എല്ലടാ ഇന്നിപ്പോ എന്താ പരിപാടി സൺഡേ ആയിട്ട്? ഇന്ന് വൈബ് കൊടുക്കണ്ടേ? ഇന്ന് വൈബ് ഇന്നത്തെ പരിപാടി എന്താ? ഇനി ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മളൊരു വൈബ് ഒരു കാര്യം ചെയ്താലാ, നമ്മ സുലാഫിനും ടീമിനും ഒരു പണി കൊടുത്താലോ? അവരെ പെട്ടെന്ന് വിളിച്ച് വേറെ ഒന്നും പറയരുത്. ഞാൻ നോക്കണേടാ, അവരെടുക്കുവോ? എടുക്കും എടുക്കാണ്ടിരിക്കാത്ത നമ്മളെ പോലെടാ. എവിടെ ഇവിടെ ഉണ്ടവര് എവിടെ ഉള്ളത്? നീ ഒന്ന് പെട്ടെന്ന് വണ്ടി എടുത്ത് പെട്ടെന്ന് വന്നേ. വണ്ടി എടുത്തോട്ടാ, പെട്ടെന്ന് വാട്ടാ. ഞാനേ നമ്മളെ മറ്റേ അയ്യോ അവിടെ നിന്ന് ഇറങ്ങി വന്ന ഉടനെ തന്നെ റൈറ്റ് ആ പാടത്തിൻ്റെ അവിടെ ആയിട്ട് നിൽക്കണം. ഒന്ന് അർജൻറ്റായിട്ട് വാട്ടാ. സെല്ലിനെ വിളിച്ചോ പെട്ടെന്ന് വാ. നമുക്ക് ഒരു പണി കൊടുക്കും. വേറെ എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് കേസ് വെച്ചിട്ട് ഓടിക്കോളൂ. പെട്ടെന്ന് പോവല്ലേ? പെട്ടെന്ന് പോവാ. Francia, Colombia, me gusta. വിളിച്ചോന്നുമില്ല. ഇന്ന് ഞായറാഴ്ച അല്ലടാ, ഇന്ന് സൺഡേ വൈബാക്കണ്ടേ? പറഞ്ഞാലും അല്ല ഓൾറെഡി ക്ലാസ് സിനിമക്ക് പോണ പോലെ മമ്മൂട്ടിയെ കളങ്കാവില അല്ല, ഞാൻ വിചാരിച്ചു കളങ്കാവിലത്തെ മമ്മൂട്ടിയാണ്. അതെ, വേറൊന്നുമില്ല. ശരിയാ, ഇന്ന് സൺഡേ വൈബ് നമുക്ക് ഒന്ന് അടിച്ചു പൊളിക്കാം. ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ നമ്മളിന്നൊരു പുതിയൊരു ബ്ലോഗ് ആയിട്ടാണ് സുജീർക്ക് നമ്മൾ എത്തിയത്. ഇനി നമ്മളേറ്റ പുതിയ 2 താരങ്ങളാണുള്ളത്. ഒന്ന് വയനാട് റിസോർട്ട് ഉടമ, ഒന്ന് ടൈൽ ഫാക്ടറിയുടെ ഉടമ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ പോവാൻ പോവാണ്. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചില്ലായിട്ടാണ്. അപ്പൊ ഇവർക്ക് രണ്ടാൾക്കും അറിയില്ല എവിടേക്കാണ് യാത്ര. ഞങ്ങൾക്ക് തന്നെ എന്താണ് ഒരു അടിപൊളി സ്ഥലം, ഒരു ചായ കൂടി അടിച്ചോളൂ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യട്ടാ. പാട്ടൊന്നുമില്ല വണ്ടിയില്? പാട്ട് ഒരു പുതിയ ഇറങ്ങിയ ഒരു താറില് പാട്ടുണ്ടാവില്ലേ? എടാ സുനില, ആ കളങ്കാവിലത്തെ പാട്ടുണ്ട്. കളങ്കാവിലത്തെ പാട്ട് എനിക്കറിയില്ല. കളങ്കാവിലെ ആ പാട്ടാ. സൺഡേ വൈബല്ല, ഞായറാഴ്ച മൊത്തം കൊളാക്കി. കളങ്കാവല് മമ്പൂറപ്പൂ ആ പാട്ട് വെക്കടാ. സുലാഫിനെ വിളിക്കണ്ട കേട്ടാ, കാര്യമില്ല വെറുതെ. ഇത് കളങ്കാവല് മുല്ലപ്പൂ ഇങ്ങനെ കയ്യുമ്പോ ചുറ്റിരുന്നില്ലേ? അതെന്തിനായിരുന്നു? വലിയ ഇത് പറയണ്ട. മുല്ലപ്പൂ ഇവിടുന്ന് കിട്ടി ശരിക്കും. വല്ലാത്തൊരു എന്തോർമ്മ നൊസ്റ്റാൾജിയ. അതിൽ കംപ്ലീറ്റ് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ
യാത്രക്കിടെ ചെറിയ ഒരു കത്തടക്കല് ചെറുതായിട്ടൊന്ന് കഴിക്കുകയാണ്. നമ്മള് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ചെറുതായിട്ടൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് വൈബായി ചില്ലായിട്ട് പോവാണ്. ഞങ്ങള് ശരിക്കും പറയണെങ്കില് ചെറുതായിട്ട് 2 ബീഫും 10 പൊറോട്ട അത് മതിയില്ലേ? ഞാൻ നെയ്ച്ചോറ് പറഞ്ഞിട്ടുണ്ട്. എവിടെ പോയാലും നെയ്ച്ചോറ് കഴിക്കുന്നുണ്ടോ? ആട്ടിന്റെ തല ഉണ്ടാണാവാ നിങ്ങള് വെച്ചോട് കൂടി ഇവര് നിർത്തി. ആടിന്റെ കുടം ബോട്ടി വേണം. അന്റെ കൊടനാ ഇന്ത്യയിലെ ഒന്നും വേണ്ട. അപ്പൊ എന്താ സംഭവം? എന്ത് ഒന്നും വേണ്ട. ഇഞ്ചു പൊട്ടിച്ചല്ലോ. ബ്ലാക്ക് ടീ മാറ്റി അങ്ങോട്ട് മറിച്ചൊടിക്കും. കുറച്ചും കൂടെ നല്ല കല്ലിട്ടൊക്കെ പോട്ടാ.
അതിലൊക്കെ ഉണ്ടാവും. വെച്ചോ. നമ്മള് പറയണ്ടേ ഇവരിവിടെ പോട്ടെ. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിവിടെ സ്ഥലത്തിന്റെ പേരെന്താണ്? നമ്മളൊന്ന് കാർഗിൽ കൊണ്ടുവന്നപ്പോ കൊറേ കൊസ്രാ കൊള്ളികളായിട്ടാണ് പരിപാടി. ഈ മൊത്തം കൊസ്രാ കൊള്ളികൾ നമ്മളായിട്ട് ഇതായിട്ട്. അപ്പൊ എന്തായാലും കൊസ്രാ കൊള്ളികൾ നമ്മൾ കാർഗിൽ നിന്ന് വൈബ് അടിച്ചു പൊളിക്കോ. ഇനി ഒരു ചായ സർക്കാർ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പിരിയണം. ഇന്നത്തെ സൺഡേ വൈബ് മൂടി എടുക്കടാ. ചായ മൂളിയിലാണ് ഇന്ന് ചായ. എന്താ ശരിയാപ്പാട്? ആ മതി. ശരി എന്തോന്നും എനിക്ക് ചോദിച്ചല്ലോ. അല്ല ചായ അല്ല വേറെ ഒന്നും ചോദിച്ചാ. കടിക്കാനൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പറ്റി മാത്രമല്ലടാ ഇവിടെയുള്ളത്. കടിക്കാൻ ഉള്ളിവിടെ ഉണ്ട്, പരിപ്പൂട ഉണ്ട്. അടിപൊളി പിന്നെന്താ ചിപ്സ്. ഞങ്ങളൊക്കെ പഴയ ആൾക്കാരാണ്ടോ. നമ്മളൊക്കെ 70s കഴിഞ്ഞു. എന്തായാലും സൺഡേ വൈബ് നമ്മളിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. പല ആൾക്കാരും നമ്മളോട് പല രാജ്യങ്ങളിൽ നമ്മളോട് ഇങ്ങനെ പറയും നിങ്ങൾ വിചാരിക്കും തള്ളാറുണ്ട്. തള്ളല്ല, ചെറിയൊരു നല്ല തള്ളു പോക്കും. പല രാജ്യങ്ങളിൽ നിന്നും എന്നോട് പഠിച്ച് പറഞ്ഞു തരാം. ഒരാള് ഖത്തറിലും, ഒരാള് ഒമാനിലുണ്ട്, ഒരാള് UK-യിലുണ്ട്. പല രാജ്യങ്ങളായി. അപ്പൊ പല രാജ്യങ്ങളായി എല്ലാ ഇത്രയും ആയിട്ട് ഇവര് പറഞ്ഞെന്താ ഈ കൊസ്രാ കൊള്ളിക്കാരൻ എന്താ പറഞ്ഞു ഇങ്ങോട്ട് വരുന്നില്ല. നമ്മളെ കമ്പനിയാണല്ലേ, നമ്മളറിയില്ല. കൊസ്രാ കൊള്ളിക്കാരനെ പറഞ്ഞത് നിങ്ങൾ ഇവിടുത്തെ കയറ്റിയ ഞങ്ങളെ ചാനലിൽ ഉണ്ടാവും. ഡെയിലിയിൽ നമ്മൾ അഭിനന്ദിക്കും. അതിനോടൊപ്പം അതിൽ ഓടി രക്ഷപ്പെട്ട സുധീർക്കാരെ സ്മരിക്കണേ. അതല്ല, ഞാൻ ബാക്കിലേക്ക് നോക്കിയപ്പോ സുധീർക്കാരെ കാണാനില്ല. ശരി പറയണേ, ഇനി സുജീർക്കാൻ കേറില്ല. ഞാൻ പറഞ്ഞിട്ട് മാറിയിരിക്ക്. നാലാമത്തെ ഗീർ ഞാനാണ് മാറ്റി. താനം ഇവിടേക്ക് എത്തി. തള്ളല്ലട്ടാ, ഇത് തള്ളല്ല.
അപ്പൊ നമ്മൾ കാർഗിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു ഭയങ്കര അഡ്വഞ്ചർ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സെലിക്കാണ് അതിന്റെ ഫുള്ള് ക്രെഡിറ്റ്. സെലി എന്താ പറയാ അത്ര അധികം അപ്രീഷിയേറ്റ് ചെയ്യണം സെലിനെ. വളരെ ഉഷാറായിട്ട് എന്താ പറയാ നമുക്ക് കുറച്ചൊരു ടെൻഷൻ ആയെങ്കിലും ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് കിട്ടി. അത് മാത്രമല്ല ടീമിനെ കണ്ടു, അവരും ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര ത്രില്ലായിരുന്നു. നമ്മളെക്കാൾ കൂടുതൽ അവർ എൻജോയ് ചെയ്ത ഒരു ഫീൽ നമുക്ക്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഇത്രയും ആദ്യമായിട്ടാണ് ഇതിന്റെ കുന്നിന്റെ മുകളിലേക്ക് വണ്ടി കൊടുക്കുന്നതാണ് ഇവരെല്ലാരും പറഞ്ഞത്. ഇപ്പോഴത്തെ നാട്ടുകാരും പിള്ളേരും എല്ലാരും ഞങ്ങള് എൻജോയ് ചെയ്തതിനേക്കാൾ കൂടുതൽ അവരും എൻജോയ് ചെയ്ത് സംഭവം നമ്മള് വീഡിയോ മാക്സിമം പക്ഷെ എത്രത്തോളം ഞങ്ങൾ 2-3 സ്ഥലത്ത് ആകതായി പോയി. എന്തായി പോയി? പേടിച്ചു പോയി. കാരണം എന്താ വെച്ചാൽ കേറുന്നതിന് എടുക്കണം. പക്ഷെ ആ പിള്ളേരും ഞങ്ങളെ മനോധൈര്യം സെലിയുടെ ഭയങ്കര ആരെങ്കിലും താറൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്യാ. അല്ലല്ല ഇത് പ്രൊഫഷണലി കേറുന്ന ഒരു സ്ഥലമല്ല. ഇവിടെ പല സ്ഥലങ്ങളും നമ്മൾ പോയിണ്ടാവും ട്രക്കിങ്ങിന്, നമുക്ക് കയറാൻ കഴിയും, അല്ലെങ്കിൽ അവിടെ ഗൈഡ് ഉണ്ടാവും. ഇവിടെ നിങ്ങളൊന്ന് വന്നിട്ട് ട്രൈ ചെയ്യാം. പക്ക അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി വഴിയാണ്. എല്ലാരും പറയും ഇത് കേറില്ല, പക്ഷെ കേറും. അതിന്റെ തെളിവാണ് ഞങ്ങള് സെലിയുടെ ഒരു ആത്മധൈര്യമാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി. ഞങ്ങൾ ഈ കാർഗിൽ കുന്നിന് വന്ന് ഇതിന്റെ ഏറ്റവും ടോപ്പില് വണ്ടി കയറ്റി എന്നുള്ളത് എല്ലാവർക്കും. സുലാഫ് ശരിക്കും അതിന്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിട്ട് വണ്ടിയുടെ അടിയിൽ ക്യാമറ ചെയ്ത് മേലെ കൂടെയാണ് വണ്ടി പോയത്. അവന് പേടി വന്നില്ല. അത്രയും താഴ്ച ഉണ്ട് 2 വീലിന്റെ അടിയിലുള്ള ഗ്യാപ്പ്. അതിലവർ കെടുന്ന് ക്യാമറ ചെയ്തു. ശരിക്കും മേലെ കൂടിയാണ് നമ്മൾ വണ്ടി എടുത്തത്. അത്ര അതൊക്കെ നമുക്ക് ഇതിന് വലിയൊരു എന്താ പറയാ വലിയൊരു സംഭവം. ഈ ബ്ലോഗ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തോടെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കണം. ബെല്ലൈക്കൻ ടാപ്പ് ചെയ്യാം. ഇപ്പോഴത്തെ യൂത്ത് കംപ്ലീറ്റ് നമ്മളെ കൂടെ ഉണ്ടാവും. അവരെല്ലാരും എന്താക്കണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കമ്പനികൾക്ക് ഷെയർ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു അഡ്വഞ്ചറിൽ പോയി വീഡിയോ ഞങ്ങൾ താങ്ക് യു സോ മച്ച് ഫോർ യു ഗൈസ്. ബൈ ബൈ ബൈ.